ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഒരു അടിപൊളി മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്നിവിടെ മിഠായി ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടാണ്, അതും ഒരു സ്പെഷ്യൽ ജെല്ലി മിഠായി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് ഓൾ ആക്കി കൊടുക്കണം, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങക്ക് പുളി ഇല്ല എങ്കിൽ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ തൊലിയൊന്നും കളയരുത് കേട്ടോ, ഇതുകൊണ്ട് നമുക്കൊരു സൂത്രമുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വലിയ തൊലികൾ നോക്കി നല്ലത് ഒരു 2-3 നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് പീസാക്കി എടുക്കാം. ഒരേപോലെയുള്ള പീസുകൾ വേണമെന്നൊന്നുമില്ല, നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ഇതൊന്ന് പീസാക്കി എടുത്ത് വെക്കാം. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഈ മാങ്ങയുടെ പീസുകളൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അതിനായി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് പഞ്ചസാരയും ഒന്നിച്ച് ചേർക്കേണ്ടതില്ല. ഞാനിവിടെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിത് അടിച്ചിട്ട് എടുത്തു വരുമ്പോൾ മധുരം കുറവാണെങ്കിൽ മാത്രം ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം കൂടി പോകുകയൊന്നും ചെയ്യരുത്, കുറച്ച് മാത്രം, ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതുപോലൊരു സ്പൂണിൽ ഒരു 4 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ തന്നെ കലക്കിയെടുക്കണം. ഞാനിവിടെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെല്ലി മിഠായി ഉണ്ടാക്കിയെടുക്കാനായി ഒരു പാത്രം എടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ പൾപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് മധുരം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു വെച്ച ബാക്കി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് അലിയുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇവിടെ ഇപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ മാങ്ങയുടെ പൾപ്പൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ കൈവിടാതെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ ഇത് കുറച്ച് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം.
നമ്മുടെ മാംഗോ ജെല്ലി ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒരു പാത്രം എടുത്ത് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മാംഗോ ജെല്ലി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്ത് കൊടുക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ ജെല്ലി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജെല്ലി മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേണ്ടി വരും ഇത് സെറ്റായി വരാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പൂണ് വെച്ച് ലെവലാക്കി കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറിന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ഉറച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കത്തിയോ മറ്റോ വെച്ച് നമുക്കിതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജെല്ലിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാങ്ങാത്തൊലി ഏകദേശം ഒരു മാങ്ങയുടെ ലീഫിൻ്റെയൊക്കെ ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണിത്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ മാംഗോ ജെല്ലി കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ച് ഏകദേശം ഒരു മാങ്ങയുടെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായിട്ട് അങ്ങോട്ട് വന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് തന്നെ എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പഞ്ചസാര പൊടിച്ചതുമായ മിക്സ്ചറിൽ ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലും ഈ കോക്കനട്ടിൻ്റെ മിക്സ്ചർ ഒന്ന് വരത്തക്കവണ്ണം റോൾ ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയുടെ തൊലി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി കട്ട് ചെയ്ത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എങ്കിൽ നമ്മുടെ കൊപ്ര ഒന്ന് തൊലി കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതിയാവും. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ എല്ലാ ജെല്ലികളും കട്ട് ചെയ്ത് ഇവിടെ അലങ്കരിച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. നല്ലൊരു പുളിയും മധുരവും ഉപ്പും ഒക്കെ കൂടി കലർന്ന അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.